പിന്നെ വീട് ഇവിടെ അയ്യോ പഞ്ചായല്ലോ, എന്ത് കിട്ടിയാലും പഞ്ചായത്തോരെ. പിന്തിരിയുന്നതാണ് നല്ലത്. ഓർഡർ പ്ലീസ്. ഫയർ. ഒറിജിനൽ തോക്ക് തളയിട്. എടുക്കാം പെട്ടി. പെട്ടിയിട്. ആ പോലീസ് അവറ്റൊരു മൽഹോത്രം. മലഹോത്രക്ക് കുഴപ്പമില്ല. നീ അറിയാണ്ട് കരുതി കൂടി ചെയ്തല്ല. ശരിയാക്കി തരാ. ഒറ്റക്കെട്ടായ പരിശ്രമത്തിന്റെ വിജയം സംഭവിച്ചിരിക്കുന്നു. ഈ സ്വത്തൊക്കെ എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമുക്ക് ഈ സ്വർണത്തിന്റെ സാധനങ്ങളുടെ ഉടമസ്ഥരെ കണ്ടുപിടിച്ച് നേരിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക. വിഡ്ഢിത്തം പറയാതോ. ഓരോരുത്തരെ കണ്ടുപിടിച്ച് ഇതൊക്കെ തിരികെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമാണോ? ആർക്ക് കൊടുത്താലും വേണ്ടില്ല, നമ്മളെ പണിക്കൂലി വെച്ച് ബാക്കി കൊടുത്താൽ മതി. ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ കണ്ട് മിസസ് സണ്ണി തന്റെ സ്വത്തുക്കളെല്ലാം സർക്കാരിന് എഴുതി കൊടുക്കുന്നതായിട്ട് ഒരു രേഖ ഉണ്ടാക്കി അത് സർക്കാരിനെ ഏൽപ്പിച്ചാ പോരെ? ആ, അതാണ് ശരിയായ മാർഗം. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. സണ്ണി ഫൈനാൻസിയേഴ്സിനെ പ്രതിയാക്കി ബോധിപ്പിച്ച അന്യായപ്രകാരമുണ്ടായ വിധിയെ തുടർന്ന് വിധിക്കടക്കാരന്റെ വക കൈവശമുണ്ടായിരുന്ന സകലമാന സ്വത്തുവകകളും മേൽപ്പടി കേസിലെ വിധിക്കടം ഈടാക്കുന്നതിന് വേണ്ടി ഇതിനാൽ ഈ കോടതി ജപ്തി ചെയ്ത് ഉത്തരവുണ്ടായിരിക്കുന്ന വിവരം സർവമാന പേരെയും തെര്യപ്പെടുത്തിക്കൊള്ളുന്നു. സണ്ണിച്ചായ തട്ടിപ്പേ കമ്പികളെണ്ണ ആറായല്ലോ. നിക്ഷേപകരുടെ കണ്ണീര് ദൈവം കണ്ടതറിഞ്ഞില്ലേ? 36ഉം 45ഉം വാരിക്കോരി തന്ന പലിശ. കേവലം ഒരു ബ്ലേഡ് കമ്പനിയെ തോപ്പിച്ചപ്പോ ഇത്രമാത്രം സന്തോഷിക്കുന്നെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വിജയം എങ്ങനെ ആഘോഷിക്കും? നമ്മുടെ ഒരു പദ്ധതി വിജയിച്ചപ്പോ സ്വയം മറന്ന് ആഹ്ലാദിച്ചു പോയതാ. കർമ്മമാണ് പ്രധാനം. അതുകൊണ്ടുണ്ടാകുന്ന ആഹ്ലാദം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തേക്കൂ. അതെ. ആ, ഇതൊരു ചെറിയ തുടക്കം മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ പദ്ധതികൾ വേറെയും ഉണ്ടോ? ഈ ബ്ലേഡ് കമ്പനിയേക്കാൾ അപകടകാരികളായ എത്രയോ പ്രസ്ഥാനങ്ങൾ ഉണ്ട് ഇവിടെ. അപ്പൊ ഇനി ഓരോന്നായിട്ട് അങ്ങോട്ട് ചാമ്പല്ലേ? മേനോൻ കെമിക്കൽസ് എന്ന സ്ഥാപനത്തിനെതിരെ ഒരു കേസ് നടക്കുന്ന അറിയാവോ? 6 മാസം മുമ്പ് അവരിറക്കിയ പോളിയോ മെഡിസിൻ കഴിച്ച് 60ഓളം കുട്ടികൾ മരിച്ച കേസല്ലേ? അതെ. സ്മിത്ത് എന്നൊരു കമ്പനി നിർമ്മിച്ച മരുന്ന് കുത്തിവെച്ച് കുട്ടികൾ മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഈ മേനോൻ കെമിക്കൽസ് സ്മിത്ത് കമ്പനിയുടെ ലേബൽ ഒട്ടിച്ച വിഷം ചേർത്ത മരുന്ന് നിർമ്മിച്ച് പുറത്തിറക്കി. കോടീശ്വരന്മാരുടെ പകപോക്കലും മത്സരവും കാരണം എന്ത് സംഭവിച്ചു? 60ഓളം കുട്ടികൾ മയ്യത്തായി. ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? തള്ളക്കും. അവർക്ക് മാത്രമല്ല, ആ പിഞ്ചു കുഞ്ഞുങ്ങളിൽ ഈ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാകേണ്ട എത്രയോ പ്രതിഭകൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പം നഷ്ടം സമൂഹത്തിന്റെ കൂടിയാ. ആ കേസിന്റെ വിധി ഇന്നാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ? ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? മേനോൻ കെമിക്കൽസ് എന്ന സ്ഥാപനം സ്മിത്ത് ആൻഡ് കമ്പനിയുടെ പേരിൽ വ്യാജമരുന്ന് നിർമ്മിച്ച് കമ്പോളത്തിലിറക്കി വിൽക്കുകയും ആ മരുന്ന് വാങ്ങിക്കഴിച്ചതിന്റെ ഫലമായി 60ഓളം കുട്ടികൾ മരണപ്പെടുകയും ചെയ്തുവെന്ന പ്രോസിക്യൂഷൻ ചാർജ് സംശയാതീതമായി തെളിയിക്കാൻ സാധ്യമാകാത്ത സാഹചര്യത്തിൽ പ്രതികളായ മേനോൻ കെമിക്കൽസിന്റെ ഉടമസ്ഥർ മാധവൻകുട്ടി മേനോൻ, മകൻ ഗണേശൻ എന്നിവരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് നിരവാധികം വിട്ടയക്കാൻ ഈ കോടതി ഇതിനാൽ ഉത്തരവ് ചെയ്തുകൊള്ളുന്നു. നിങ്ങൾ ജയിച്ചെന്നോർക്കണ്ട. നിങ്ങൾ ഒരുക്കിയ കൊലക്കയറിന്ന്
കുറച്ച് വഴി തരാൻ എങ്ങനെ പോകുന്നേ തള്ളാ, തള്ളാ. തള്ളാ ചുമ്മാ ഒരു അങ്ങോട്ട് മാറി നിൽക്കി എന്ത് നേരത്തേക്ക് കയറുന്ന എന്താണ് മാറി പോട്ടെ ഇവിടെ പോട്ടെ ഡോൺ തുറന്നേ കിട്ടോ ഞാൻ മാലിട്ടാ മതിയല്ലോ. മതി 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 അത് മതി. വരുന്നു, വിളിച്ചോ. മാധവ് മേനോൻ കീ ജയ്! ഗണേഷ് മേനോൻ കീ ജയ്! മാധവ് മെഡിക്കൽസ് കീ ജയ്! മാധവ് മേനോൻ കീ ജയ്! മാധവ് മേനോൻ കീ ജയ്! ഗണേഷ് മേനോൻ കീ ജയ്! മാധവ് മേനോൻ കീ ജയ്! ഗണേഷ് മേനോൻ കീ എന്തായി ബഹളം? സാർ സാറിനെ മകനെ വെറുതെ വിട്ടിലുള്ള സന്തോഷം രേഖപ്പെടുത്താൻ വേണ്ടി വന്നാണ് സാർ. ഞങ്ങൾ സാറിനും മകനും എതിരെ അവിടെ വെച്ചുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിക്കുന്നു. നിങ്ങളാരാ? ആദ്യം ബൊക്ക കൊടുത്ത് മാല അങ്ങോട്ട് ഇട്ടാട്ടെ. ഞങ്ങള് പുതിയൊരു പൗരസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനാണ് ശരിക്കും സെക്രട്ടറി, ഇയാള് പ്രസിഡന്റ്, ഇയാള് ട്രഷറർ, ഇയാൾ ഇതിന്റെ പിന്നാലെ വെറുതെ നടക്കുന്ന ഒരാളാണ്. ഞാൻ പത്ര റിപ്പോർട്ടറാ. ഇത് അത്ര നിസ്സാരാക്കി തള്ളി കളയാൻ പറ്റില്ല. നാളത്തെ പത്രത്തിൽ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതാണ്. വെരി ഗുഡ്. നിങ്ങൾക്ക് എന്റെ എല്ലാ സഹായ സേനകളും ഉണ്ടാവും. പാവപ്പെട്ടൊരു മാധവ മേനോനെ തൊട്ട് കളിക്കാൻ നോക്കണ്ട. തൊട്ട് കളിക്കാൻ നോക്കണ്ട, 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 തൊട്ട് കളിക്കാൻ നോക്കണ്ട, 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 തൊട്ട് കളിക്കാൻ നോക്കണ്ട. പോകുന്നതിന് മുമ്പ് വീട്ടിൽ കയറിട്ടെ പോവും. ഡോറടിച്ചേ. എല്ലാവരും മാറി നിന്നോ, മാറി കൊടുക്ക്. ജയ്! ജയ്! പോയി പോയി. നിന്റെ കാശ് കൊടുത്താ. കാശ് തരാമെന്ന്, ഇതെന്താ അലമ്പാകാതെ. ഇനി എന്തെങ്കിലും ഉണ്ടെ അറിയിപ്പിക്കാം. ശരി ശരി. ഓക്കേ, എല്ലാവരും പോട്ടെ. കുടിക്കൂ, ഇഷ്ടം പോലെ കുടിക്കൂ, സന്തോഷമാകുന്ന വരെ കുടിക്കൂ. മതി, ഇഷ്ടം പോലെ കഴിച്ചു, സന്തോഷായി. ഇല്ലേ? ഒരാഴ്ചത്തേക്ക് എനിക്ക് ഇനി ഭക്ഷണം വേണ്ട. താനെന്താ ഒരു ചത്ത വീട്ടിലിരിക്കുന്ന പോലെ? അല്ല മനുഷ്യന്റെ കാര്യമല്ലയോ, വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്ന് ആർക്കറിയാം. ഏയ് മാധവ മേനോ വാക്ക് പറഞ്ഞ വാക്കാ. ആ, എന്റെ മോൾ അമ്പിളി നരേന്ദ്രനുള്ളതാ. അത് ഞാൻ നടത്തും. പക്ഷെ താൻ എന്റെ കൂടെ നിന്നോണം. സാറിന് ഒരു മകളെ ഉള്ളോ? യെസ്, അവളാണ് എന്റെ എല്ലാം. അയ്യോ, എന്റെ സകല സ്വത്തിനും അവകാശികളായിട്ട് ഇവനും അവളും ഉള്ളൂ. ഡാഡിക്ക് അവളോടാ കൂടുതൽ ഇഷ്ടം. ഏ? ആ. അയ്യോ, അത് വാ തുറന്ന് അദ്ദേഹത്തോട് അങ്ങ് ചോദിച്ചാ പോരെ. എന്താ എന്താ പറയൂ. എന്താ ചോദിക്കേ? ബാത്റൂം എന്താ ചെയ്യയാളെ കൊണ്ട്. അമ്പിളി, ദാ മോക്കൊരു സമ്മാനം. ഡാഡിക്ക് സ്നേഹമില്ലെന്നല്ലേ പരാതി? ഇത് നോക്ക്, പുതിയ ഫാഷനാ. ഡാഡി കേസ് ജയിച്ചതല്ലേ, പൊന്നുമോള് ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് കരുതി. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഇത് മാത്രമല്ല, ഉടനെ തന്നെ ഇതിലും വലിയ മറ്റൊരു സമ്മാനം കൂടെ മോൾക്കായി ഡാഡി ഒരുക്കുന്നുണ്ട്. അതെന്താ ഡാഡി? മോളുടെ കല്യാണം നടത്താൻ ഡാഡി തീരുമാനിച്ചു. ഡാഡി ഇത്ര പെട്ടെന്ന്? എത്രയും പെട്ടെന്ന് വേണം മോളെ. ഡോക്ടർ നരേന്ദ്രന്റെ ആഗ്രഹവും അത് തന്നെയാണ്. ഡോക്ടർ നരേന്ദ്രനോ? നിനക്കറിയോ, ഡോക്ടറുമായി ബന്ധുത്വമായ നമുക്ക് ഈ ലോകം തന്നെ പിടിച്ചടക്കാം. ഇല്ല, എനിക്കത് ഇഷ്ടമല്ല. ഞാനത് സമ്മതിക്കില്ല. എന്താടി അയക്കൊരു കുറവ്? എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ ഇഷ്ടമൊന്നും അന്വേഷിച്ചില്ല. ഡാഡി വാക്ക് കൊടുത്തു, വൈകാതെ കല്യാണം നടത്തും. മറ്റന്നാൾ രാവിലെ മോതിരം മാറലാണ്. അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ വാ. മര്യാദക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ ഹലോ, നീതു വിളാകത്തോണ്ടു. ഇങ്ങനെയുണ്ട് പെൺകുട്ടികള്. നല്ല അസല് പെൺകുട്ടി. ഞാൻ ഒറ്റ അടി തന്നിട്ടല്ലോ.
ഇരിക്ക്. കരയാതെ 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 പറഞ്ഞില്ലേ? മകളെ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന പണം നമ്മൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരാൻ അറിയിപ്പിക്കണം. ദാറ്റ്സ് കറക്റ്റ്. അവര് മനുഷ്യനെ കൊന്ന മരുന്ന് വിറ്റുണ്ടാക്കിയ പണമാ. അതിനനുസരിച്ചുള്ള സംഖ്യ വേണം ചോദിക്കാൻ. അതെങ്ങനെ വേണമെന്ന് ആലോചിക്കാം. അച്ഛാ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളുടെ കിടപ്പ്. എന്താണിത്? അത്ര എളുപ്പത്തിൽ അമ്പിളിയുടെ അച്ഛനെയും ചേട്ടനെയും ചീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു ഡോക്ടറുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അവളുടെ ഇരട്ടി പ്രായമുണ്ട് അയാൾക്ക്. നാളെ കഴിഞ്ഞാൽ മോതിരം മാറ്റില്ല. നമ്മൾ തട്ടിക്കൊണ്ട് വന്നില്ലെങ്കിലും അവൾ ഇന്ന് ആത്മഹത്യ ചെയ്തേനെ. അതാണ് ഓള് നമ്മളെ കണ്ട ഓടിക്കളഞ്ഞേ. ഇത് വലിയൊരു പുലിവാലായല്ലോ. ഇനിയിപ്പോ എന്താ ഒരു മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണത്? ആലോചിക്കണം. താൻ അറിഞ്ഞില്ല അല്ലേ? ഞാൻ ചായക്കായി ഉണർത്താൻ ചെന്നപ്പോ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. ഡാഡി, അവളുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ. ആത്മഹത്യ ചെയ്യാൻ പോവാണ്, അന്വേഷിക്കണ്ടെന്ന്. നമുക്ക് DIG ദാമോദരൻ അങ്കിളിൽ നിന്ന് അറിയിച്ചാലോ? നീ എന്ത് വിട്ടിത്തായി പറയുന്നേ? ലോകം മുഴുവൻ അറിയല്ലേ? നാളെ മനുഷ്യരുടെ മുഖത്തങ്ങനെ നോക്കും. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഡാഡി പറയുന്നത്? ആ ഡോക്ടർ എങ്ങാനും അറിഞ്ഞാലോ? തല്ലിക്കൊന്ന് കടലിലെറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞോളാം. പെണ്ണുങ്ങളായാലേ കുറച്ച് തന്റെ ഇടമൊക്കെ വേണം. മോളെ നീതു, ഏതെങ്കിലും വിധത്തിൽ അമ്പിളിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അതിന്റെ സ്വഭാവം അങ്ങനെയിട്ട് ഒരു ഇണക്കല്ലാത്ത ജാതിയാ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരൊറ്റ മാർഗമേ കാണുന്നുള്ളൂ. ആ, അമ്പിളിക്കുട്ടിയെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ. അത് വേണോ? നാളെ മോതിരന്മാരിൽ വെച്ചിരിക്കല്ലേ. അങ്ങനെ വന്നാ കല്യാണം നടക്കില്ലേ? നടക്കണം. നടക്കേണ്ട സമയത്ത് നടക്കണം. മോളെ അമ്പിളി, വേണ്ട, എന്നോടൊന്നും പറയണ്ട. ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോവില്ല. പറയുന്ന കേക്ക് മോളെ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഇവര് നിന്നെ കൊണ്ടാക്കും. മോതിരം മാറൽ ചടങ്ങ് നടന്നോട്ടെ, പക്ഷെ ഒരിക്കലും ആ കല്യാണം നടക്കില്ല. നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അമ്പിളി വീട്ടിൽ പോകുന്നത് ഞങ്ങളുടെ കൂടെ ഒരു ആവശ്യമാണ്. കുട്ടി വിഷമിക്കണ്ട. കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നടക്കില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് വിശ്വാസമാകണമെങ്കിൽ വലിയ കഷ്ട. ഞങ്ങളെ തടിവല് ജീവണ്ടി അന്റെ കാര്യം ഞങ്ങൾ നോക്കും.